എങ്ങോട്ട് തിരിഞ്ഞാലും അറിഞ്ഞാലും അതന്നെ. ഇപ്പൊ ഈ തിരിക്കണതും അതിന് തന്നെ. സത്യം പറയാലോ, നമ്മൾ ഇറാനി ചായയും ക്രീമൊക്കെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ട് അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴാണ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചാൽ നല്ലതെന്ന് വിചാരിച്ചു. ഈ ക്രീം ആണെങ്കിലും ചായ ആണെങ്കിലും ഉണ്ടാക്കി വെച്ചതിനെ കൊണ്ട് അത് വീണ്ടും ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുക എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഓൾറെഡി ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ക്രീം ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ അതിന്റെ ശേഷം നല്ലപോലെ വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. 3-4 സ്പൂൺ മതിയാകും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് യൂസ് ചെയ്യും. ഇത് മൂന്നും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീം റെഡി. അങ്ങനെ മൂപ്പരോട് ടേസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആസ്വദിച്ച് കഴിച്ചിട്ടാണെന്ന് അറിഞ്ഞൂടാ ഒലി ചുറ്റും. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 3 ഏലക്കായി, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, പിന്നെ 2-2.5 ടീസ്പൂൺ ചായപ്പൊടി. നാട്ടുനടുപ്പ് അനുസരിച്ച് ആവിയൊന്നും പുറത്തു പോകാണ്ട് ദമ്മിട്ടിട്ടൊക്കെ ചെയ്യണമെന്നാണ് പറയല്. അതിന് എളുപ്പത്തിനാണ് ഈ കുക്കറിൽ അതവിടെ സെറ്റ് ആകുമ്പോഴേക്കും 1.5 കപ്പ് പാലെടുത്തിട്ട് 1 കപ്പ് ആവണ വരെ കുറുക്കി പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നു, ഇളക്കുന്നു, മുന്നുണ്ടാക്കിച്ച ചായക്ക് ഇതും കൂടി മിക്സ് ചെയ്യും. പിന്നെ ഇതുപോലെ ചായയിൽ കുത്തിത്തൊന്നും ഇപ്പൊ ഈ ബന്നിന്റെ ഒരു ഡിമാൻഡ് ആണ് നിങ്ങൾ. അതാണ് പറയണത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ബൈ.